പ്രിയപ്പെട്ട കുട്ടികളെ, +1 അക്കൗണ്ടൻസിയുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അതിൽ ഇങ്ങനെയായിരിക്കും: ഫ്രം ദ ഫോളോയിങ് ബാലൻസസ് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് എ ബാലൻസ് ഷീറ്റ് എന്നാണ് തരുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ട്രയൽ ബാലൻസ് ആണ് തരിക. അതിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പിന്നെ ഒരു ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പതിവ് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് നല്ലോണം വായിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ് വേറെ ലിസ്റ്റും തന്നിട്ടുണ്ട്. ഇതൊരു പക്ഷേ എമൗണ്ട് കോളത്തിൻ്റെ അലൈൻമെൻറ്റ് ഇങ്ങനെ ആയിരിക്കില്ല. പെർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്ത് ഒന്നിച്ച് ഐറ്റംസിൻ്റെ പേര് തന്നിട്ടുണ്ടാവും. എമൗണ്ട് കോളം, ഡെബിറ്റ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം അങ്ങനെ ആയിരിക്കാം. എനിവേ, ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസസിൽ നിന്ന് കുറേ ഐറ്റംസ് ബാലൻസ് ഷീറ്റിലേക്കും കുറേ ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും കുറേ ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും വരും. അതേപോലെ തന്നെയാണ് ക്രെഡിറ്റ് ബാലൻസിൽ കാണുന്നതും. അപ്പോൾ ഇവിടെ 3 തരത്തിൽ നമുക്കിതിനെ തരംതിരിക്കണം. ഐറ്റംസിനെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരുന്നത്, ബാലൻസ് ഷീറ്റിൽ വരുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം വരുന്ന ഐറ്റം ഉണ്ട്, ഒന്നിലധികം സ്ഥലത്ത് വരുന്ന ഐറ്റങ്ങളും ഉണ്ട്. ഇതിനെ എങ്ങനെ തിരിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഡെബിറ്റ് ബാലൻസിൽ വരുന്നത് ഒന്നുകിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് എഴുതാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാനുള്ളതായിരിക്കും. ഓക്കെ, ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടെ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലായിരിക്കും, അതല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിക്കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അതിന് നേരെ ക്രെഡിറ്റ് ബാലൻസുകൾ അപ്പോഴെങ്ങനെയായിരിക്കും? ഒന്നുകിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്ക് വരും, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, അതായത് ഇൻകം ഓർ റവന്യൂ സൈഡിലേക്ക് വരും, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റവന്യൂ സൈഡിലേക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഏതൊക്കെയാണ് രണ്ട് സ്ഥലത്ത്, അതായത് ഡെബിറ്റ് സൈഡിൽ വന്ന ഐറ്റം ചിലത് ട്രേഡിംഗ് അക്കൗണ്ടിലും പിന്നെ ബാലൻസ് ഷീറ്റിലും വരും. അതേപോലത്തെ തന്നെ ചിലത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വരും. ഏതൊക്കെ ആയിരിക്കും രണ്ട് സ്ഥലത്ത് വരുന്നത് എന്ന് നോക്കാം. ഒരു ഐറ്റം ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ വരുള്ളൂ. ബാലൻസ് ഷീറ്റിൽ വരും, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് വരും, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. ഓക്കെ, അതേസമയം ഏതെങ്കിലും ചില ഐറ്റം ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലും വന്നു, അതേ ഐറ്റം ട്രയൽ ബാലൻസിന് പുറത്തും വന്നു, ഈ അഡ്ജസ്റ്റ്മെൻറ്റിലും വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഐറ്റം 2 ലൊക്കേഷനിൽ ഉണ്ടായിരിക്കും. നോക്കാം. ഉദാഹരണമായിട്ട് ഇൻഷുറൻസ് പ്രീപെയ്ഡ് ₹50. ഇവിടെ ഡെബിറ്റ് സൈഡിലും കാണാം ഇൻഷുറൻസ് എന്ന ഐറ്റം. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ടു ഇൻഷുറൻസ് എന്ന് വരും, പിന്നെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് നമ്മൾ അടുത്ത വർഷത്തേക്കുള്ളത് ഈ വർഷം തന്നെ വന്നു, അപ്പോൾ ലെസ് ഇൻഷുറൻസ് പ്രീപെയ്ഡ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്ഥലത്തും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എഴുതാനുണ്ട്. അതേപോലെ ഇപ്പോൾ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്, ഇത് ഈ ഡെബിറ്റ് സൈഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഇതെവിടെ മാത്രമേ വരുള്ളൂ? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ ഐറ്റം ഡെബിറ്റ് സൈഡിൽ ഐറ്റം നോക്കിയിട്ട് അത് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലേക്ക് വരേണ്ട ഐറ്റം, അതേപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റം ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി താഴെയുള്ള ഭാഗം, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കൂ. ഫസ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്കാണ്. അത് നോക്കൂ. ആദ്യം തന്നെ വരയ്ക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് കാണാം. പിന്നെ ഈ സംഭവം എവിടെയാണ് എഴുതേണ്ടത്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇങ്ങനെ 2 സ്ഥലത്തും, അതായത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും 2 സ്ഥലത്ത് വന്നു എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ആണ് എല്ലാ ഐറ്റവും എഴുതി പ്രോഫിറ്റും ലോസും ഒക്കെ കണ്ടത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ ടിപ്പ് എന്ന് പറയുന്നത്.